പോകുന്നത് ലീച്ച് ക്രിയേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഈ ലീച്ച് ക്രിയേറ്റേഴ്സ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ലാതെയും സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാതെയും ഒരു ക്യാമറ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ജസ്റ്റ് റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കി സംസാരിക്കുക. എന്തിനെ കുറിച്ച് സംസാരിക്കുക? മറ്റുള്ള ഒരാളുടെ കണ്ടന്റിനെ കുറിച്ചിട്ടും പൊതുവെ നടക്കുന്ന കോൺട്രവേഴ്സിനെ കുറിച്ചിട്ടും ഇവര് എന്താണ് പ്രശ്നം ഉണ്ടായത് എന്ന് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. ഇവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, പേഴ്സണൽ ഗ്രഡ്ജൊക്കെയാണ് പലയിടത്തും പലരും പറയുന്നത്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പഞ്ചാബിൽ വെച്ച് പരിചയമുള്ള കാര്യം പറയുന്നത് അതുപോലെ ഇവർക്ക് ആർക്കുമില്ല. ഇവർക്ക് എപ്പോഴും ഒരു ആംഗിൾ കാണും. ആ ക്യാമറ അവിടെ നിന്ന് അനങ്ങൂല. എന്താന്ന് വെച്ചാല് അവരുടെ ആ വീഡിയോ, ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോനെ എടുത്തിട്ടിട്ട് കാണും. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി വന്ന് കയറിയിരിക്കുന്നു. ശല്യം. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം പോലെയുള്ള ശീലമാണ്. എന്നാ പിന്നെ അതായത് വാട്ട്സ് ദ പോയിന്റ്? നിങ്ങളെയും കൂടി വെച്ചിട്ട് ഞാൻ കാണും. ഒറ്റയ്ക്കിരുന്ന് കണ്ടാൽ പോലെ ഇയാൾക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഹാബിറ്റ് അല്ലത് രോഗം. തല്ലുകൊള്ളുമ്പോ ഭേദാവും. ചിലപ്പോ ആ കോൺട്രവേഴ്സി ഉണ്ടായതോ പ്രശ്നമുള്ളതോ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് 1 മിനിറ്റ് ആയിരിക്കും. ഇവരുടെ വീഡിയോ 25 മിനിറ്റ് 30 മിനിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എടുത്ത് നോക്കി. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. അതായത് പേളി ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: എനിക്ക് ഗസ്റ്റിനെ സെലക്ട് ചെയ്യാനുള്ള അനുവാദമൊന്നുമില്ല, അതൊക്കെ ഒരു പ്രോഗ്രാം ഡയറക്ടർ അല്ലെങ്കിൽ കോർഡിനേറ്റർ ആണ് ചെയ്യേണ്ടത്, അവരുടെ പവറാണ്. അപ്പോ പുള്ളി ഇത് വായിക്കുവാണേ. അറ്റ് ദ സെയിം ടൈം പുള്ളി അതിന്റെ ഇടയിൽ കുത്തിത്തിരിക്കുക. എങ്ങനെയാന്ന് വെച്ചാൽ സ്വാഭാവികം. ഓ, ആങ്കറിന് ഒരു പവർ ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല. എന്റെ ദൈവമേ. ഒരു കാര്യം പറയാം, ഒട്ടും ഒരു ആങ്കറിന് പവർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു സെലിബ്രിറ്റി ആങ്കറിന് പവർ ഇല്ലാതിരിക്കും. ഇപ്പൊ ബിഗ് ബോസിനകത്ത് എന്താ ഉറക്കം വരുന്നു. ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെയുള്ള മനുഷ്യര് നിങ്ങളുടെ അടുത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് എന്ന് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഓടിക്കണം. എന്റെ ഈ ചെറിയ ചുവടുവെപ്പ് മനുഷ്യരാശിക്കൊരു വലിയ കുതിച്ചാട്ടമാകട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.